മീനെങ്കിലും ഒന്ന് കൊത്തുവോ? എടാ അളിയാ, നമ്മുടെ കൂടെ നടന്ന ഗോകുലല്ലേ, അവൻ്റെ കല്യാണം കഴിഞ്ഞു. ഹണിമൂണ് പോയിക്കോ. എനിക്കെന്തായാലും പെണ്ണ് കിട്ടും. നീ കണ്ണാടി നോക്കിയിട്ടുണ്ട്? നോക്കിക്കഴിഞ്ഞാലേ നിന്റെ തന്തയ്ക്ക് നീ തന്നെ വിളിക്കൂ. ഒരു കുഞ്ചാക്കോവൻ വന്നേക്കുന്നു. ഡേ കുഞ്ചാക്കോമൻ എന്ന് പറഞ്ഞാൽ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം, ഞാൻ ദുൽഖർ സൽമാനാണ്. നീ ആ ചൂണ്ടഞ്ഞെടുത്തേ. എന്തിനാ? അല്ല നിന്നെ കൊരുത്തം കിടാനാ. എടാ അഖിലേ, നീ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, ഒന്ന് വാട്സപ്പിൽ ഓഡിയോ ആയിട്ട് അയച്ചു തരാമോ? എന്തിനാ? വിഷമിച്ചിരിക്കുമ്പോൾ ഓർത്തോർത്ത് ചിരിക്കാനാ. ഹലോ സിംഗിൾസ്. ആ, ഹണിമൂണൊക്കെ കഴിഞ്ഞ് എപ്പോൾ എത്തി? വെളുപ്പിനെ എത്തി. ഭയങ്കര ക്ഷീണം. ഹണിമൂണല്ലേ, ക്ഷീണം കാണും. എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങോട്ട് പറയങ്ങോട്ട്. എടാ, ഞങ്ങൾ കുളു മണാലിയിൽ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. ചെന്ന പാടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂമങ്ങ് എടുത്തു. പുറത്താണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു നിലാവിട്ടു. ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ നിവർത്തിയില്ല. 5 ദിവസം റൂമിനകത്ത് തന്നെ ഞാനും അവളും മാത്രം. ഹണിമൂണല്ലേ, എന്തിനാ പുറത്തിറങ്ങുന്നേ? എത്രയെന്നും പറഞ്ഞറിയാ റൂമിനകത്ത് മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. എന്ത് നിനക്ക് ഹണിമൂൺ ഭാര്യയല്ല ആവശ്യം, ഒരു കണ്ണാടിയാ. മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ വേണ്ടി അപ്പൊ കുണു മാങ്ങാത്തൊലി വരെ പോയേക്കുന്നത്. മാങ്ങാത്തൊലിയല്ല, മണാലി. നീ ചെയ്ത തൊരിഞ്ഞ പരിപാടിക്ക് അതിന്റെ പേര് അത് തന്നെ. മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഇത്ര വലിയ തെറ്റാ?